അച്ഛനെ പോയിട്ട് കപ്പിയരെ പോലും കണ്ടില്ല. ഞാൻ പോവാൻ പോണു. എന്നെ നിക്ക്, എന്നെ അച്ഛൻ ഇപ്പൊ വരും. കൊറേ നേരം കൊണ്ട് നിക്കണം. എന്നെ നിങ്ങൾ എവിടെ പോണ്? ആ കസേരയിലൊന്നും ഇരിക്കാൻ പോണല്ലോ, പോണില്ല. എന്നെ ഇവിടെ വന്ന് നിക്കാൻ അച്ഛൻ ബഹുമാനം തോന്നിയാലാ? നിന്ന് മനുഷ്യന്റെ കാല് കഴിക്കണം. ഇപ്പോഴെങ്കിലും വരുവോടി? ഇപ്പൊ വരുവന്നേ, നിങ്ങളൊന്ന് വന്ന് നിക്കി. ആ അതേന്റെ അച്ഛൻ വരുന്നു. തങ്ക എന്താ പോവാൻ പോവുകയാണോ? ഏയ് ഞാൻ പോവല്ല അച്ഛാ, ഞാൻ ഇവിടെ വന്ന് ഇരിക്കാൻ പോയേ. എന്താ ഒന്ന് കാണണോന്ന് പറഞ്ഞേ? നീ എന്ത് റെഡിയോമനെ കാണണോന്ന് പറഞ്ഞെന്നാ? അച്ഛൻ വിളിക്കണമെന്ന് പറഞ്ഞല്ലേ നീ എന്നെ വിളിച്ചോണ്ട് വന്ന്? അതില്ല തങ്കണ്ണ, അച്ഛനെ നമുക്കാ കാണേണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞില്ലെങ്കിൽ തങ്കണ്ണ വരില്ലല്ലോ. ദ്രോഹി. എന്നെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നു. വീട്ടിൽ നിന്ന് സംസാരിച്ചാ പോരായിരുന്നോ? എന്നെ എന്തിനാ വിളിച്ചേ? അതില്ല അച്ഛോ, അടുത്ത ആഴ്ച ഇങ്ങയുടെ ബർത്ത്ഡേയാ. അടുത്ത ആഴ്ചയാ? ഓ, അതിന് ഇവിടെ എന്തിനു വന്ന്? നിങ്ങളൊന്നും മിണ്ടാ നിക്കി. എന്തിരോ എന്തോ. ഇതാ പിന്നെ രഹസ്യം പറയണ്. അതില്ല അച്ഛോ, കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ വയ്യാതെ കടന്നായിരുന്നേ. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങയുടെ ബർത്ത്ഡേ എന്ന ഇടവകളിൽ എല്ലാ ജനങ്ങൾക്ക് സത്യം കൊടുക്കുന്നതിന് നേർച്ച നേർന്നു. ആരെടുത്ത് ചോദിച്ചിട്ട്? നേർച്ചയൊക്കെ ആരുടെങ്കിലും ചോദിക്കണോ തങ്ക? അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങ് ചെയ്യുന്നതല്ലേ. അച്ഛനത് പറയാം. അച്ഛന് നേർച്ച കിട്ടിയാൽ മതിയല്ലോ, ഒന്നും കൊടുക്കണ്ടല്ലോ. ബഹുമാനില്ലാതെ എടി, നീ ഇതെന്തുദ്ദേശിച്ചിട്ടാണ്? പൈസ എവിടെ നിന്ന് കിട്ടും? നിങ്ങളെ ചക്കൻ്റെ ഇടയിൽ 50,000 രൂപ ഞാൻ കണ്ടല്ലോ. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അയ്യോ കണ്ടല്ലോ. അയ്യോ എന്റെ കണ്ടത് എന്തിനു പറ്റി? എന്താടി ഓമനെ, അങ്ങേരോടും കൂടെ ചോദിച്ചിട്ട് വേണ്ടേ നേർച്ച നടത്താൻ? അയ്യോ അച്ഛ, തങ്കണ്ണ ബോധം കെട്ടി വീണ് ഞാൻ എന്ത് ചെയ്യും? ഇത് കേട്ടതിന്റെ പേരിൽ ബോധം കെട്ടി വീണതാ. ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം, അപ്പോഴേക്കും അങ്ങനെ എണ്ണീറ്റോളൂ. അങ്ങനെ ഒന്നും ഞാൻ എണീക്കൂല. ഈ നേർച്ച അവള് മാറ്റി വെച്ചാലേ ഞാൻ എണീക്കൂ.